എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഫാമിലിയുടെയും വിഷു ആശംസകൾ നേരുന്നു. നമുക്ക് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള മത്തങ്ങയും ഈന്തപ്പഴം അവലും കൂടെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ പായസപ്പുട്ടിൻ്റെ റെസിപ്പിയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിലൊരു പായസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഇത്തവണത്തെ സ്പെഷ്യൽ പായസമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനാവശ്യം 1/2 കിലോ മത്തങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. നല്ല പഴുത്ത മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിന് ആവശ്യമുള്ള ചേരുവകൾ ആദ്യം തന്നെ കാണിക്കാം. 1-ാം പാൽ വേണം, നല്ല കട്ടിയുള്ള പാലാണ്, അത് വേണം. പിന്നെ വേണ്ടത് 2-ാം പാൽ. 2-ാം പാൽ എന്ന് പറയുന്നത് കനം കുറഞ്ഞിട്ടുള്ള പാലാണ്. പിന്നെ വേണ്ടത് അവലാണ്, നല്ല കട്ടിയുള്ള അവൽ, ചുവന്ന അവലില്ലേ അതാണ് വേണ്ടത് കേട്ടോ. കനം കുറഞ്ഞ അവലല്ല, കട്ടിയുള്ള അവൽ തന്നെ എടുത്തോളൂ കേട്ടോ, അപ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക. അത് അരക്കപ്പെടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരപ്പാനിയാണ് കേട്ടോ, ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവെല്ലാം എടുക്കുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഏലക്കാപ്പൊടി ഉണ്ട്, ഉപ്പുണ്ട്, പിന്നെ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി വറുത്തത് 1 ടീസ്പൂൺ, നൈസ് അരിപ്പൊടി. പിന്നെ കാഷ്യൂ ഉണ്ട്, ഈന്തപ്പഴം 8 എടുത്തിട്ടുണ്ട്, ജീരകപ്പൊടി ഉണ്ട്. പിന്നെ വേണ്ടത് ഉണക്കമുന്തിരിയാണ്, കുരുവില്ലാത്ത ഉണക്കമുന്തിരി. പിന്നെ നാളികേരക്കൊത്ത് കുറച്ച് ഒന്ന് കൊത്താക്കിയിട്ട് തന്നെ ഇതുപോലെ മാറ്റിവയ്ക്കുക, 1/4 കപ്പ്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മുടെ ഗിവവേയുടെ വിജയിനെ നമ്മൾ തിരഞ്ഞെടുക്കണ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യണത്, അതായത് കടലാസിൽ എഴുതിയിട്ടാണ് നറുക്കെടുക്കണത്. കാരണം അധികം പേരില്ല അതുകൊണ്ട് അങ്ങനെ നറുക്കെടുക്കുന്ന വീഡിയോയും അവർക്ക് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റും എല്ലാം കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ ആദ്യം തന്നെ മത്തങ്ങ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കുരുവെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കഷ്ണാക്കിയിട്ട് അരിഞ്ഞ് വയ്ക്കുക. ഇത്തിരി വലിയ പീസാക്കിയിട്ട് തന്നെ നമുക്ക് റഫായിട്ട് അരിഞ്ഞാൽ മതി. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. ഇത് കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചാൽ മതി, വേറെ ഒന്നും ഇടണ്ട. ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിലൊക്കെ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. കാരണം നമുക്ക് ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായി വിസിൽ ഒരു 3-4 അടി കഴിഞ്ഞതിന് ശേഷം ആ എയറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ കണ്ട കംപ്ലീറ്റ് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞ് കിട്ടും. ജസ്റ്റ് ഒന്ന് കയ്യിലോട്ടൊന്ന് തൊട്ട് കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഇതുപോലെ ഉടച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഈന്തപ്പഴം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു 8 ഈന്തപ്പഴമാണ് കേട്ടോ. കുരുവെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ തൊലി പറ്റാവുന്ന തൊലി ഒന്ന് കളഞ്ഞ് നീക്കം ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അതിൽ തരിതരിയായിട്ട് ഇങ്ങനെ വല്ലാണ്ട് കൂടുതലായിട്ട് എടുക്കും. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറ്റുന്നത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആ 2-ാം പാലില്ലേ, കനം കുറഞ്ഞിട്ടുള്ള പാല് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തീരെ കഷ്ണമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തൊലിയാണ് കേട്ടോ ഈ കാണുന്ന തരിതരിയൊക്കെ ഉള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കളയാൻ പറ്റുന്നത് കളഞ്ഞാൽ അതങ്ങനെ കാണില്ല. അപ്പോൾ അത് അവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഉരുളിയിൽ വെച്ചിട്ടുണ്ടാക്കാം. നെയ്യ് നല്ലോണം ഒഴിക്കുക, ഒരു 1/4 കപ്പോളം നെയ്യ് ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ വറവുകളെല്ലാം വറുത്തെടുക്കാം. ആദ്യം തന്നെ ആ നാളികേരക്കൊത്തുകളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ വറവുകളെല്ലാം നല്ലൊരു രുചിയായിരിക്കും കേട്ടോ. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പോൾ നാളികേരൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇത് വല്ലാണ്ട് മൊരിയാൻ നിൽക്കണ്ട കേട്ടോ. കാരണം അത് എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഒന്നുകൂടി ഇരുന്ന് മൊരിഞ്ഞോളും. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂം ഒന്ന് വറുത്തെടുക്കാം. എല്ലാം 1/4 കപ്പ് വീതമാണ് ഉള്ളത്. അപ്പോൾ അതും നല്ല ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ ഒന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. മുന്തിരി നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വീർത്ത് വരുന്ന വരെ തന്നെ നന്നായിട്ട് വഴറ്റി നല്ലൊരു മണക്ക് വരുമ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇത്രയുള്ള അപ്പോൾ വറവുകൾ. അപ്പോൾ ഇത് 3 നമുക്ക് മാറ്റി വയ്ക്കണം. നെയ്യ് അത്യാവശ്യം വേണം കേട്ടോ അതിലേക്ക്. അപ്പോൾ ബാക്കി നെയ്യുണ്ട്, കുറച്ചും കൂടെ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം തന്നെ ഇനിയും അതിൽ വേണ്ടി വരും. അപ്പോൾ വറുത്ത നെയ്യ് തന്നെ ഇങ്ങനെ ചേർക്കണം കേട്ടോ. അപ്പോൾ ആ വറുത്ത നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മത്തങ്ങ നേരത്തെ ഉടച്ച് വെച്ചത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മത്തങ്ങ ഒന്ന് അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറണം. മത്തങ്ങയ്ക്ക് ഒരു പച്ചപ്പ് ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അതൊന്ന് പൊട്ടി ഇങ്ങനെ മേത്തിക്ക് തെറിച്ച് തുടങ്ങാനായിട്ട് തുടങ്ങും. ഇങ്ങനെ തിളച്ചിങ്ങനെ വരുമ്പോൾ ആ ഒരു സ്റ്റേജ് വരെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അവലില്ലേ അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക, കട്ടിയുള്ള അവൽ. അതും കൂടെ ഒരു പച്ചക്കുത്തൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കുക. അതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വറുത്താൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക്
കനം കുറഞ്ഞ പാല്, രണ്ടാം പാല് 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല കുറുകിയിട്ട് വരുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ അവിലൊക്കെ ചേർക്കണ കാരണം നന്നായിട്ട് കുറുകി തന്നെ വരും. ഞാൻ ഇവിടെ ഇത്തിരി കട്ടിയിലുള്ള ഒരു പായസം തന്നെയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇത് 2 കപ്പ് കറക്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ അവൽ നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെന്ത് നന്നായി വീർത്ത് വരും അവൽ. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അവൽ ആയ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. അപ്പോൾ ആ അവലൊക്കെ ഒന്ന് നന്നായി വെന്ത് നന്നായി ഇത്തിരി ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഈന്തപ്പഴം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചോക്ലേറ്റിൻ്റെ ഒക്കെ പോലെ ഇരിക്കട്ടെ ഈ ഈന്തപ്പഴം കാണാനായിട്ട്. ടേസ്റ്റും നല്ല ടേസ്റ്റാണ് നാളികേര പാലിൽ അരച്ച കാരണം. അപ്പോൾ അതേ കുറച്ചും കൂടെ പാലൊഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സി ജാറിലുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് ചുറ്റിച്ചിട്ട് നമുക്ക് ആ പായസത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി എന്ന് തന്നെ പറയാനായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബെല്ലം ഉരുക്കിയതെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഭംഗി ശർക്കരപ്പാനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം അത് ഓർത്ത് പറയാണ്. താങ്ക് യു. അങ്ങനെയുള്ള സജഷൻസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഒന്ന് തിളച്ച് വരണം. നന്നായിട്ട് അതായിട്ടൊന്ന് യോജിച്ച് വരണം. ഒരു നുള്ളു ഉപ്പ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് രുചിച്ച് നോക്കുക കേട്ടോ. രുചിച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 3/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ വന്നു. ഇത് ഒരു ബാക്കി ഇതിലിപ്പോൾ 2 ടേബിൾ സ്പൂണേ കാണുള്ളൂ. അപ്പോൾ അത്രയും ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊരു തിളക്കട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് വരട്ടെ. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. വറുത്ത നൈസ് അരിപ്പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. വേണമെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് അതിലേക്ക് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ട പിടിച്ചൊന്ന് വരാം. അപ്പോൾ അതേ ഇതുപോലെ സ്പീഡിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ അതേ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ടൊരു കുറുകിയൊരു പരുവം വരാനായിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്തിട്ടുള്ളത്. ഒരു നല്ലൊരു ടെക്സ്ചർ ഇതിന് കിട്ടും നമ്മുടെ പായസത്തിന്. അപ്പോൾ അതേ നന്നായി തിളച്ചിങ്ങനെ വരുമ്പോൾ അതിലേക്ക് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം വേണം കേട്ടോ 3/4 കപ്പ് ഒന്നാം പാല് കട്ടിയുള്ള പാലും 1/4 ടീസ്പൂൺ ജീരകം പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു തിള വന്ന് തുടങ്ങുന്ന സമയത്ത്, തിളപ്പിക്കേണ്ട ആവശ്യമില്ല, വന്ന് തുടങ്ങുന്ന ആ സമയം ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ നാളികേരക്കൊത്തും കാഷ്യൂം റൈസിൻസൊക്കെ അത് ഇതിലേക്ക് ഒന്നിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഇത് കുറുകി വരിട്ട് നമ്മുടെ പായസങ്ങളെല്ലാം തന്നെയും ഉണ്ടാക്കി ഉടനെ കാണാൻ ഭംഗിയുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല രുചിയാണ്, നല്ലൊരു ഫ്ലേവറാണ്. എല്ലാവരും ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.